എല്ലാവർക്കും നമസ്കാരം. ഞാൻ നൗഷാദ്. റോയൽ ഗാർഡനിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഒരു പഴച്ചെടി ഡ്രമ്മിൽ സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാനിത് വന്നിരിക്കുന്നത്. നിങ്ങളെൻ്റെ ഈ പിറകുവശത്ത് കാണുന്നത് ലോങ്ങൻ ഇനത്തിൽപ്പെട്ട ലോങ്ങൻ നമ്മുടെ 4 സീസൺ എന്നുള്ളൊരു വെറൈറ്റിയിൽപ്പെട്ട ഒരു ലോങ്ങൻ്റെ തെയ്യാണ് എൻ്റെ ഈ പിറകുവശത്ത് ഡ്രമ്മിൽ സെറ്റ് ചെയ്തിട്ട് കാണുന്നത്. അതുപോലെ ഒരു ലോങ്ങൻ്റെ തെയ്യാണ് ഞാൻ ഇന്ന് ഡ്രമ്മിൽ സെറ്റ് ചെയ്യുന്നത്. പിങ് പോങ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയിൽപ്പെട്ട ഒരു തെയ്യാണ് ഇന്ന് ഞാൻ ഡ്രമ്മിൽ സെറ്റ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് നമ്മൾ ഏതൊരു തെയ്യായാലും, മാവിൻ്റെ തെയ്യായാലും അതുപോലെ തന്നെ നമ്മുടെ ലോങ്ങൻ്റെ തെയ്യായാലും എന്തൊരു പഴച്ചെടി ആയാലും നമ്മൾ ഡ്രമ്മിൽ സെറ്റ് ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. വെറുതെ നമ്മൾ മുറ്റത്തുള്ള മണ്ണ് വാരി നിറച്ച് ഡ്രമ്മിൽ സെറ്റ് ചെയ്തതിനെ കൊണ്ട് നമ്മുടെ പഴച്ചെടി പൂക്കുകയും കായ്ക്കുകയും ചെയ്യില്ല. അതിന് മണ്ണൊരിക്കേണ്ടത് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതെങ്ങനെയാണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടതെന്നുള്ളൊരു കണ്ടു നോക്കാം. ഇത് കണ്ടാൽ നിങ്ങൾ നമ്മുടെ 4 സീസൺ ലോങ്ങനാണ് ഇത് കായ്ച്ചിട്ട് കാണുന്നത്. ഇത് വെറും ഒരു 100 ലിറ്ററിൻ്റെ ഡ്രമ്മിലാണ്, അതായത് 200 ലിറ്ററിൻ്റെ ഡ്രമ്മ് മുറിച്ച് പകുതിയാക്കി അത് 100 ലിറ്ററിൻ്റെ ഡ്രമ്മിൽ സെറ്റ് ചെയ്ത എൻ്റെ ലോങ്ങൻ്റെ തെയ്യാണ് ഈ കാണുന്നത്. ഇത് നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, മുകളിലൊക്കെ കായ്ച്ചിട്ടുണ്ട്. അതുപോലെ നന്നായിട്ട് പൂക്കളുണ്ട്. ഇതാ ഈ ഭാഗത്തൊക്കെ പൂത്തിട്ടുണ്ട്. ഇത് വെറും ഡ്രമ്മിൽ സെറ്റ് ചെയ്തിട്ട് 2 വർഷം മാത്രം പ്രായമായ തെയ്യാണ്. നമ്മൾ ഡ്രമ്മിൽ സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ 4 സീസൺ ലോങ്ങൻ, അതുപോലെ തന്നെ വൈറ്റ് ലോങ്ങൻ, അതുപോലെ പിങ് പോങ് ഒക്കെ നമുക്ക് ഡ്രമ്മിൽ സെറ്റ് ചെയ്ത് കായ്പ്പിക്കാൻ പറ്റുന്നതാണ്. ഇതാ കണ്ടാൽ നിങ്ങൾ നന്നായിട്ട് എല്ലാ കമ്പിലും ഇതുപോലെ പൂത്തിട്ട് കായ്കളാവുന്നുണ്ട്. ഇതാ കണ്ടില്ലേ, ചെറിയ ചെറിയ കായ്കൾ വിരിഞ്ഞ് വരുന്നതാണ്. നന്നായിട്ട് തന്നെ നമുക്ക് വീട്ടാവശ്യത്തിൻ്റെ പഴങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് പൊട്ടിച്ചെടുക്കാൻ പറ്റുന്ന, നമുക്ക് സ്ഥലമില്ലെങ്കിലും ഇതുപോലെ ഡ്രമ്മിൽ സെറ്റ് ചെയ്താൽ മതി. ഇത് കണ്ട ഈ ഭാഗത്തൊക്കെ എല്ലാ കമ്പിലും ഇതുപോലെ തന്നെ നമ്മുടെ ലോങ്ങൻ ഇതുപോലെ കായ്ച്ചിട്ടുണ്ട്. നമുക്കിതുപോലെ ഡ്രമ്മിൽ സെറ്റ് ചെയ്ത് കായ്പ്പിക്കാൻ പറ്റുന്ന ഒരു ഇനം തന്നെയാണ് നമ്മുടെ ഈ 4 സീസൺ ലോങ്ങൻ, അതുപോലെ വൈറ്റ് ലോങ്ങൻ, അതുപോലെ തന്നെ പിങ് പോങ്. നമുക്ക് ഡയമണ്ട് റിവർ ഉണ്ട്. ഞാൻ കഴിഞ്ഞ വർഷം നമ്മുടെ വീഡിയോ ചെയ്തതാണ് ഡയമണ്ട് റിവർ. ഞാൻ നിലത്ത് സെറ്റ് ചെയ്തതാണ്. നിലത്ത് സെറ്റ് ചെയ്തിട്ട് ഏറ്റവും വ്യാവസായിക അടിസ്ഥാനത്തിൽ നമുക്ക് കായ്പ്പിക്കാൻ പറ്റുന്നത് നമ്മുടെ ഡയമണ്ട് റിവറാണ്. അത് നന്നായിട്ട് തന്നെ കായ്ക്കുന്നതാണ്. അതുപോലെ നിങ്ങൾ ഈ കാണുന്നത് ഡയമണ്ട് റിവറാണ്. ഇത് ഞാൻ ഈ കഴിഞ്ഞ വർഷം ഞാൻ ഇതിൻ്റെ വീഡിയോ ഇട്ടതാണ്. ഇത് നന്നായിട്ട് കായ്ച്ചതാണ്. ഇതാ ഇതിൻ്റെ പൂക്കൾ കണ്ടില്ലേ, ഇതാ കണ്ടില്ലേ, നല്ല രീതിയിൽ പൂത്തിട്ടുണ്ട്. കണ്ട, ഇത് ഞാൻ നിലത്താണ് സെറ്റ് ചെയ്തത്. നമുക്ക് ഡയമണ്ട് റിവർ നമുക്ക് ഡ്രമ്മിൽ സെറ്റ് ചെയ്യുന്നതിലും നല്ലത് നമുക്ക് വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു ഇനമാണ് നമ്മുടെ ഡയമണ്ട് റിവർ. ഇത് ഞാൻ നിലത്ത് സെറ്റ് ചെയ്തതാണ്. ഇത് കഴിഞ്ഞ വർഷം നന്നായിട്ട് എനിക്ക് പഴം കിട്ടിയൊരു പഴച്ചെടിയാണ് ഈ കാണുന്നത്. ഇത് നന്നായിട്ട് ഈ വർഷവും പൂത്തിട്ടുണ്ട്. കായ്കളായിട്ടില്ല, കായ്കളാകുന്നേ ഉള്ളൂ. അതുപോലെ നമ്മൾ ഡ്രമ്മിൽ ഒരു കൃഷി ചെയ്യുമ്പോൾ നമ്മൾ പഴച്ചെടി, അതായത് മാവിൻ്റെ തെയ്യായാലും അതുപോലെ ലോങ്ങൻ്റെ വെറൈറ്റികളായാലും ഏതൊരു പഴച്ചെടി ആയാലും നമ്മൾ മണ്ണൊരുക്കേണ്ടതുണ്ട്. അതായത് മണ്ണിലുള്ള നമ്മുടെ pH ബാലൻസ് ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ കുമ്മായമോ ഡോളോമേറ്റോ അതുപോലെ തന്നെ പച്ചക്കക്കയോ നമ്മളിട്ട് മണ്ണിനെ പുളിപ്പ് രസം ഉണ്ടാകാൻ പാടില്ല. അതായത് 6.5 അതുപോലെ 7 വരെയുള്ള ഒരു pH ബാലൻസ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ കൃഷി ചെയ്യാൻ ശ്രദ്ധിക്കുക. വെറുതെ നമ്മൾ മണ്ണ് വാരി നിറച്ച് അതിൽ നമ്മൾ എന്ത് വളപ്രയോഗം കൊടുത്തിട്ടും നമ്മുടെ അതിന് വേരുകൾക്ക് ആരോഗ്യം ഉണ്ടാവില്ല. അതായത് പുളിപ്പ് രസമുള്ള മണ്ണിൽ ഒരു വളവും നമ്മൾ കൊടുത്തിട്ട് കാര്യമില്ല. അത് ക്രമേണ അത് ശരിക്കും മുരടിച്ചിട്ട് ആ തൈ തന്നെ ലാസ്റ്റ് ഉണങ്ങിപ്പോകുന്നൊരു ഇതിലേക്ക് എത്തും. അത് ഡ്രമ്മിൽ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്ക് എങ്ങനെയാണ് നമുക്കൊരു ഡ്രമ്മിൽ നമ്മളൊരു പഴച്ചെടി സെറ്റ് ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് എന്ത് വേണം, ഇതുപോലുള്ളൊരു ഡ്രം. ഇത് ഞാൻ 220 ലിറ്ററിൻ്റെ ഡ്രമ്മ് മുറിച്ച് ഇത് നേരെ പകുതിയാക്കി 110 ലിറ്ററിൻ്റെ ഒരു ഡ്രമ്മാണ്. നമുക്ക് ഈ ഒരു ഡ്രമ്മ് മതി നമുക്കൊരു പഴച്ചെടി, നമുക്ക് ലോങ്ങൻ പോലുള്ള വെറൈറ്റികൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഡയമണ്ട് റിവർ ഒരു കാരണവശാലും ഡ്രമ്മിൽ സെറ്റ് ചെയ്യാൻ നിൽക്കരുത്. അത് നിലത്ത് തന്നെ പ്ലാന്റ് ചെയ്യേണ്ട ഒരു പഴച്ചെടിയാണ്. നമുക്ക് ഡ്രമ്മിൽ സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് നമ്മളൊരു 4 സീസൺ ലോങ്ങൻ, അതുപോലെ വൈറ്റ് ലോങ്ങൻ, അതുപോലെ നമ്മുടെ പിങ് പോങ് ഒക്കെ നമുക്ക് ഡ്രമ്മിലോ അല്ലെങ്കിൽ ഒരു 18 ഇഞ്ച് ചട്ടിയിലോ നമുക്ക് സെറ്റ് ചെയ്യാം. ഇതാണ് ഞാൻ മണ്ണ് ട്രീറ്റ് ചെയ്ത് വെച്ച ഒരു മണ്ണാണ് ഈ കാണുന്നത്. ഇത് 15 ദിവസം മുമ്പേ കുമ്മായം ഇട്ട് ട്രീറ്റ് ചെയ്തതാണ്. നമ്മൾ കുമ്മായം ഇടുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 10 ദിവസത്തിൽ കൂടുതലെങ്കിലും നമ്മൾ ട്രീറ്റ് ചെയ്തിടേണ്ടതാണ്. ചെറിയ രീതിയിൽ ഒരു 50 ഗ്രാം കുമ്മായം ഇട്ട് അത് ചെറിയ രീതിയിൽ നനച്ച് നമ്മളവിടെ വെക്കേണ്ടതുണ്ട്. ഡോളോമെറ്റ് ആണെങ്കിൽ നമ്മൾ ഒരാഴ്ച കാത്തിരിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പച്ചക്കക്കപ്പൊടി കിട്ടുമെങ്കിൽ നമ്മൾ വളത്തിൻ്റെ ഒന്നിച്ചിട്ട് തന്നെ നമുക്കത് പച്ചക്കക്കപ്പൊടി ചേർത്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. ഞാനിത് കുമ്മായമാണ് ചേർത്തത്. അതുകൊണ്ട് തന്നെ 14 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിത് പ്ലാന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് എന്തൊക്കെ ചേർക്കണം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഞാൻ ഇതിലേക്ക് ട്രീറ്റ് ചെയ്ത് വെച്ച മണ്ണിലേക്ക് ഞാൻ ആദ്യം ചേർക്കുന്നത് ഒരു 500 ഗ്രാം വേപ്പും പിണ്ണാക്കാണ്. 500 ഗ്രാം വേപ്പും പിണ്ണാക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് വേപ്പും പിണ്ണാക്ക് നിർബന്ധമായിട്ടും മണ്ണിൽ, അതായത് മറ്റുള്ള കീടബാധകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വേപ്പും പിണ്ണാക്കിൽ പോകുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ വേപ്പും പിണ്ണാക്ക് ഇതിൽ നമ്മൾ മണ്ണിലേക്ക് ചേർക്കുന്നത്. ഒരു 250 ഗ്രാം മുതൽ 500 ഗ്രാം വരെ നമുക്ക് വേപ്പും പിണ്ണാക്ക് ചേർക്കുന്നതാണ്. അതുപോലെ പിന്നീട് നമ്മൾ ചേർക്കുന്ന ഇത് എല്ലുപൊടിയാണ്. ഇത് 1 കിലോ എല്ലുപൊടിയാണ്. നമ്മളൊരു ഡ്രമ്മിലേക്ക് ഒരു ഏകദേശം 500 ഗ്രാമോളം നമുക്ക് എല്ലുപൊടി ചേർക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ഈ എല്ലുപൊടിയിൽ അടങ്ങിയിരിക്കുന്നത് ഫോസ്ഫറസ് ആണ്.
എല്ലുപൊടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ചാണകപ്പൊടിയാണ്. ഏകദേശം നമുക്ക് ഒരു അരക്കൊട്ട മുതൽ ഒരു കൊട്ട വരെയുള്ള ചാണകപ്പൊടി നമുക്കിതിൽ ചേർത്ത് കൊടുക്കണം. ഇതിൽ ഒരു കൊട്ട ചാണകപ്പൊടിയൊന്നും ഇല്ല, എന്നാലും ഉള്ള ചാണകപ്പൊടി കഴിഞ്ഞു പോയതാണ്. ഉള്ള ചാണകപ്പൊടി ഇതിൽ ചേർത്ത് കൊടുത്ത് നമുക്കൊരു ഒരു കൊട്ട മുതൽ അരക്കൊട്ട വരെ നമുക്ക് ഒരു ഡ്രമ്മിലേക്ക് നമുക്ക് ചാണകപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒന്നുകിൽ ചകിരിച്ചോറ് ചേർക്കുക, അല്ലെങ്കിൽ ഉമി, അല്ലെങ്കിൽ നമ്മുടെ ആറ്റുമണൽ കിട്ടുന്നെങ്കിൽ ആറ്റുമണൽ. ചകിരിച്ചോറ് കമ്പോസ്റ്റ് ആയിരിക്കണം. ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉമിയാണ്. നമ്മളിത് ചെയ്യുന്നത് വളത്തിന് വേണ്ടിയല്ല, നമ്മുടെ ഈ മണ്ണ് ടൈറ്റ് ആവാതെ മണ്ണ് വേരോട്ടം കിട്ടാൻ വേണ്ടിയിട്ട്, ഇളക്കം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് ഉമി ചേർത്ത് കൊടുക്കുന്നത്. ഉമി നിങ്ങൾക്ക് അവിടെ മില്ലുകളിൽ, ഈ അരി നെല്ല് കുത്തുന്ന മില്ലുകളിൽ പോയിട്ട് ഉമി കിട്ടുമെങ്കിൽ ഏറ്റവും നല്ലത് നമുക്കിതിൽ ഉമി ചേർത്ത് കൊടുക്കുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ആറ്റുമണൽ കിട്ടുമെങ്കിൽ ആറ്റുമണൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ ചകിരി കമ്പോസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിനെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കേണ്ടതുണ്ട്. നമുക്ക് മണ്ണും നമ്മുടെ ചാണകപ്പൊടിയും എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും അതുപോലെ നമ്മുടെ ഉമി ഒക്കെ ആയിട്ട് നന്നായിട്ട് മണ്ണുമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് പറ്റുമെങ്കിൽ കൂടുതലായിട്ട് നമുക്ക് മേൽമണ്ണ് തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. മേൽമണ്ണിലാണ് നമ്മുടെ കരിയിലൊക്കെ ഉണങ്ങിയ വളങ്ങളൊക്കെ നമുക്ക് മേൽമണ്ണിലാണ് ഉണ്ടാകുന്നത്. നമുക്ക് മേൽമണ്ണ് തന്നെ ഇതിൽ എടുക്കാൻ ശ്രദ്ധിക്കുക. മണ്ണൊരുക്കിയിട്ടുണ്ട്. നമ്മുടെ ഉമിയും ചാണകപ്പൊടിയും എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും അതുപോലെ നമ്മുടെ ട്രീറ്റ് ചെയ്ത മണ്ണും തമ്മിൽ മിക്സ് ചെയ്തിട്ട് നല്ല പോട്ടിംഗ് ആയിട്ട് നമുക്ക് ഒരുക്കി കിട്ടും. ഇങ്ങനെ വേണം നമുക്ക് ഡ്രമ്മിലേക്ക് സെറ്റ് ചെയ്യുന്ന പഴച്ചെടികൾക്ക് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഡ്രമ്മിലേക്ക് സെറ്റ് ചെയ്യുന്ന പഴച്ചെടികൾക്ക് ഇങ്ങനെ ചെയ്തിട്ട് മാത്രമേ നമുക്ക് പഴച്ചെടികൾ നട്ടിട്ട് കാര്യമില്ലൂ. അല്ലാണ്ട് നമ്മൾ വെറുതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മണ്ണ് വാരി നിറച്ചിട്ട് പഴച്ചെടി നട്ടാലൊന്നും പഴച്ചെടി കായ്ക്കുകയും പൂക്കുകയും ചെയ്യില്ല. നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ കൊടുക്കുന്ന എല്ലാ വളങ്ങളും അതിൻ്റെ വേരുകൾക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ അത് സ്വീകരിക്കുകയുള്ളൂ. നമ്മൾ വെറുതെ പഴച്ചെടി വെച്ച് കഴിഞ്ഞാൽ അതിൽ ഫംഗൽ ഇൻഫെക്ഷൻ വരും, അതുപോലെ തന്നെ അത് മുരടിപ്പുണ്ടാവും, വേരുകൾ അഴുകിപ്പോകാൻ തുടങ്ങും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ പഴച്ചെടികൾ ഒരിക്കലും ഉഷാറായി കിട്ടില്ല. കാരണം ഡ്രമ്മിൽ സെറ്റ് ചെയ്യുന്ന പഴച്ചെടികൾക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നു അത് മാത്രമേ കിട്ടുകയുള്ളൂ. നമ്മൾ വളങ്ങൾ കൊടുക്കുന്നതും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് നമ്മുടെ NPK, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ സെക്കൻഡറി ന്യൂട്രിയൻസ് കൊടുക്കേണ്ടത്, അതായത് സൾഫർ, അതുപോലെ മഗ്നീഷ്യം ഒക്കെ സെക്കൻഡറി ന്യൂട്രിയൻസ് കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ മൈക്രോ ന്യൂട്രിയൻസ്, ബോറോൺ അടങ്ങിയ മൈക്രോ ന്യൂട്രിയൻസ് കൊടുക്കേണ്ടതുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഫുൾ വീഡിയോ ഞാൻ അടുത്ത് തന്നെ എൻ്റെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുപോലെ നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ ലോങ്ങൻ്റെ തൈ നമുക്ക് ഡ്രമ്മിലേക്ക് സെറ്റ് ചെയ്യുന്നത് കൂടി നമുക്കൊന്ന് കണ്ടു നോക്കാം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഓൾസ് നമുക്ക് അടയാൻ പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൈഡ് ഭാഗത്താണ് ഓൾസ് ഇട്ടിരിക്കുന്നത്. അതായത് അടിഭാഗത്ത് 1 ഇഞ്ച് കനത്തിലെങ്കിലും നമ്മൾ കൊടുക്കുന്ന വെള്ളം അതിൽ ശേഖരിക്കാൻ വേണ്ടിയിട്ടാണ് സൈഡ് ഭാഗത്ത് ഇടുന്നത്. അടിഭാഗത്താകുമ്പോൾ കംപ്ലീറ്റ് വെള്ളം വാർന്നു പോകും. നമ്മൾ 1-2 ദിവസം വീട്ടിലില്ലെങ്കിലും നമ്മുടെ ആ ചെടി ഉണങ്ങിപ്പോകാതെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിന് അടിഭാഗത്ത് ഓൾസ് ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ശ്രദ്ധിച്ച് നനക്കണം എന്നേ ഉള്ളൂ. ഇത് വെള്ളം കുറച്ച് ശേഖരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? മണ്ണ് വന്ന് ടൈറ്റ് ചെയ്തിട്ട് വെള്ളം പുറത്ത് പോകാതിരിക്കും. അതിന് വേണ്ടി എന്ത് വേണം? ടൈറ്റ് ആകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലുള്ള ഓടിൻ്റെ കഷ്ണങ്ങൾ ഈ ഹോൾസുള്ള ഭാഗത്ത് ഇതുപോലെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. എന്താ ഹോൾസുള്ള ഭാഗത്ത് നമ്മൾ ഇതുപോലെ ഓടിൻ്റെ കഷ്ണങ്ങൾ വെച്ച് കൊടുക്കുക. എന്നാൽ ഇവിടെ മണ്ണ് വന്നിട്ട് ടൈറ്റ് ആവും. അതിനുശേഷം നമ്മൾ എന്ത് വേണം? ഒരു ലെയർ ഇതുപോലെ ഉണങ്ങിയ ചകിരിത്തുണ്ട് നമ്മൾ അടിഭാഗത്ത് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് ചകിരിത്തുണ്ടിൽ നമ്മുടെ വേരുകൾ വളരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അടിഭാഗത്ത് ചകിരിത്തുണ്ട് വെച്ച് കൊടുക്കുന്നത്. ഉണങ്ങിയ ചകിരിത്തുണ്ട് ഒരു ലെയർ നമ്മൾ ഈ അടിഭാഗത്ത് പാകി കൊടുക്കുക. നമ്മളതുപോലെ ചപ്പ് ചവറുകളൊക്കെ നമുക്ക് വേസ്റ്റുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ഈ അടിഭാഗത്ത് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. നമ്മുടെ ഉണങ്ങിയ കരിയിലകളൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ഉണങ്ങിയ ചകിരിത്തുണ്ട് ഒരു ലെയർ നമ്മൾ ഈ ഡ്രമ്മിൽ സെറ്റ് ചെയ്ത് കൊടുക്കും. ഇനി നമുക്ക് ഇതിലേക്ക് പോട്ടിങ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു ലെയർ നമ്മൾ നേരത്തെ മണ്ണ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഉണങ്ങിയ കരിയില, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഉണങ്ങിയ കരിയില ഇതിൻ്റെ മുകളിലേക്ക് ഒരു ലെയർ ഇട്ട് കൊടുക്കും. നമ്മൾ ഇങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മൾ വെക്കുന്ന പ്ലാന്റുകളുടെ വേര് വളരുകയുള്ളൂ. വേര് വളർന്നാൽ മാത്രമേ നമുക്ക് ആ തൈകൾ ആരോഗ്യത്തോട് കൂടിയിട്ട് വളരുകയുള്ളൂ. അതുപോലെ തന്നെ കായ്ക്കുകയും പൂക്കുകയും ചെയ്യുകയുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ആദ്യം ഒരു ലെയറും കൂടി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മണ്ണിട്ട് കൊടുക്കുക. അപ്പം ഇതിലേക്ക് ഒരു ലെയറും കൂടി നമ്മുടെ പോട്ടിങ് ഇട്ട് കൊടുക്കും.
നമ്മുടെ മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചകിരിത്തുണ്ടും നമ്മുടെ കരിയിലൊക്കെ പൊടിഞ്ഞ് ഇതിന് നല്ലൊരു വളം തന്നെ ആയി കിട്ടും. അതുപോലെ തന്നെ നല്ല രീതിയിൽ വേര് വളരുകയും ചെയ്യും. ഇനി ഇതിലേക്ക് നമ്മുടെ ലോങ്ങൻ്റെ തൈയും കൂടി ഒന്ന് വെച്ച് കൊടുക്കാം, ബാക്കി മണ്ണ് എന്നിട്ടിട്ട് കൊടുക്കാം. അപ്പം ഇതാണ് നമ്മുടെ ലോങ്ങൻ്റെ തൈയാണ് ഈ കാണുന്നത്. ഇത് പിങ് പോങ് ഇനത്തിൽപ്പെട്ട ഒരു തൈയാണ്. ഇതാ കണ്ടില്ലേ, നിങ്ങൾ ടാഗ് കണ്ടില്ലേ, പിങ് പോങ് എന്ന് പറഞ്ഞ ഇനത്തിൽപ്പെട്ട ഒരു തൈയാണ്. ഇങ്ങനെയാണ് നമ്മുടെ ലോങ്ങൻ ഇത് കായ്ച്ചാലുണ്ടാകുക. ഇതൊക്കെ നമുക്ക് ഡ്രമ്മിലോ ചട്ടിയിലോ കായ്പ്പിക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് തന്നെയാണ്. നമ്മൾ കൂടുതലായിട്ടും ഡ്രമ്മിൽ സെറ്റ് ചെയ്യുമ്പോൾ കുറച്ചെങ്കിലും വലിയ തൈകൾ പ്ലാന്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നമ്മൾ ഈ കവർ റിമൂവ് ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, സെൻറ്റർ നോക്കി നമ്മളിത് നേരെ അത് വളഞ്ഞ തൈകളൊക്കെ നമുക്ക് നേരെയാക്കിയ രീതിയിൽ നമുക്കതിന് വെച്ച് കൊടുക്കാം. അതുപോലെ സെൻറ്റർ നോക്കി, പരമാവധി സെൻറ്റർ നോക്കി വെക്കാം. അതിനുശേഷം ഈ മുകളിലുള്ള മണ്ണുകളൊക്കെ ഒന്ന് പൊട്ടിച്ചു കൊടുക്കാം. വേരുകൾക്ക് ക്ഷതം ഏൽക്കാത്ത രീതിയിൽ മണ്ണിനൊക്കെ ഒന്ന് നീക്കം ചെയ്ത് കൊടുക്കാം. ഇനി ബാക്കി മണ്ണും കൂടി നമ്മൾ ഇതിലിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കി മണ്ണും കൂടി നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇങ്ങനെയാണ് നമ്മളൊരു പഴച്ചെടി. ഇതാ നമ്മളെല്ലാം മണ്ണും ഒക്കെ സെറ്റ് ചെയ്ത് നമ്മളതിൽ പഴച്ചെടി സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഈ രീതിയിലാണ് നമ്മളൊരു പഴച്ചെടി ഡ്രമ്മിൽ സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനിയിപ്പോൾ ഇതിനൊരു നനയും കൂടെ കൊടുക്കേണ്ടതുണ്ട്. നമ്മളതിന് ആവശ്യമുള്ള വെള്ളം മാത്രം കൊടുക്കുക. അമിതമായിട്ട് വെള്ളം നനച്ച് അതിൽ വെള്ളം കെട്ടി നിൽക്കുന്ന രീതിയിൽ കൊടുക്കരുത്. നമ്മളതിൽ ആവശ്യമുള്ള വെള്ളം കൊടുക്കുക. നമ്മൾ വെച്ച പാടുന്ന ഒരു 10 ലിറ്റർ വെള്ളം നമ്മളിതിൽ ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ എല്ലാ ദിവസങ്ങളിലും അതിന് ആവശ്യമുള്ള മണ്ണ് ഡ്രൈ ആയി പോകാതിരിക്കാൻ ചെറിയൊരു നനവ് കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു നന മാത്രം നമ്മൾ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മളിതിൽ പ്രൂൺ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. നമ്മളൊരു ഡ്രമ്മിൽ പഴച്ചെടി വെക്കുന്ന സമയങ്ങളിൽ ഒരു കാരണവശാലും നേരെ പോകാൻ അനുവദിക്കരുത്. അതിൽ നിന്ന് പ്രൂൺ ചെയ്ത് ട്രെയിൻ ചെയ്ത് ഷേപ്പായി കൊടുക്കേണ്ടതുണ്ട്. അതിൻ്റെയൊക്കെ ഫുൾ വീഡിയോ ഞാൻ അടുത്ത് തന്നെ എൻ്റെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനിയൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.